2017 ഫുട്ബോൾ ലോകത്തെ അമ്പരപ്പിച്ചാണ് നെയ്മർ ജൂനിയർ ബാഴ്സലോണ വിട്ട് PSG ചേക്കേറിയത്. 222 മില്യൺ യൂറോ എന്ന ഫുട്ബോൾ ചരിത്രത്തിലെ എക്കാലത്തെയും വലിയ ട്രാൻസ്ഫർ തുകയ്ക്കായിരുന്നു നെയ്മറുടെ കൂടുമാറ്റം. മെസ്സി, സുവാരസ്, നെയ്മർ ത്രയത്തിന്റെ കരുത്തിൽ ബാഴ്സലോണ ഫുട്ബോളിൽ അടക്കി വാഴുന്ന സമയത്തായിരുന്നു നെയ്മറുടെ അപ്രതീക്ഷിത കൂടുമാറ്റം. നെയ്മർ ടീം വിടാനുള്ള കാരണം എന്തെന്ന് അന്നു മുതൽ ചർച്ചയാണ്. ഇപ്പോഴും തുടർന്ന് ഈ ചോദ്യത്തിന് ഉത്തരം നൽകിയിരിക്കുകയാണ് നെയ്മറുടെ അച്ഛൻ. PSG ചേക്കേറാനുള്ള തീരുമാനം നെയ്മറുടേത് മാത്രമാണെന്നും തീരുമാനം പിൻവലിക്കാൻ താൻ പരമാവധി ശ്രമിച്ചുവെന്നും താരത്തിന്റെ അച്ഛൻ വെളിപ്പെടുത്തുന്നു. നെയ്മർ സീനിയറുടെ വാക്കുകൾ ഇങ്ങനെയാണ്: PSG മാറാനുള്ള തീരുമാനം നെയ്മറുടേതായിരുന്നു. മാറ്റം ആവശ്യമാണെന്നായിരുന്നു നെയ്മറുടെ വാദം. ബാഴ്സലോണയിൽ സ്പോർട്ടിംഗ് മാനേജ്മെന്റിന്റെ തീരുമാനം എന്തെന്ന് ഞങ്ങൾക്ക് ആദ്യം അറിയില്ലായിരുന്നു. മെസ്സിയുടെ സ്ഥാനത്തേക്ക് നെയ്മറെ വളർത്തുക എന്നതായിരുന്നു അവരുടെ പദ്ധതി എന്ന് മനസ്സിലായി. എന്നാൽ മെസ്സിയുടെ സ്ഥാനം ഏറ്റെടുക്കാൻ നെയ്മറിന് താല്പര്യമുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് നെയ്മർ ബാഴ്സലോണ വിടാൻ തീരുമാനിച്ചത്. നെയ്മർ ബാഴ്സയിൽ തുടരണമെന്നാണ് ഞാൻ ആഗ്രഹിച്ചത്. അവസാന നിമിഷം വരെ നെയ്മറുടെ കൂടുമാറ്റം തടയാൻ ശ്രമിച്ചു. ബാഴ്സലോണയുടെ എക്കാലത്തെയും മികച്ച താരമായ മെസ്സിയുടെ സ്ഥാനം തനിക്ക് വേണ്ടെന്ന ഉറച്ച നിലപാടിലായിരുന്നു നെയ്മറെന്നും താരത്തിന്റെ അച്ഛൻ വെളിപ്പെടുത്തി. മെസ്സിയുടെ നിഴലിൽ നിന്ന് രക്ഷപ്പെടാനാണ് നെയ്മർ ബാഴ്സലോണ വിട്ടതെന്ന റിപ്പോർട്ടുകൾ സജീവമാണ്. ഇതിനിടെയാണ് നെയ്മർ സീനിയറിന്റെ വെളിപ്പെടുത്തൽ. ബാഴ്സലോണയിൽ ചേരാനുള്ള തീരുമാനവും നെയ്മറുടെയായിരുന്നുവെന്നും ബാഴ്സയേക്കാൾ 3 ഇരട്ടി പ്രതിഫലം റയൽ മാഡ്രിഡ് നെയ്മറിന് വാഗ്ദാനം ചെയ്തിരുന്നുവെന്നും താരത്തിന്റെ അച്ഛൻ വെളിപ്പെടുത്തി. ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി സ്പോർട്സ് കഫേ പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക.